മൈഫ്ലോസ് കുറിച്ചുള്ള ആമുഖം. എന്തുകൊണ്ട് മൈഫ്ലോസ്? മൈഫ്ലോസ് ആപ്പ് ഒരു മൊബൈൽ അധിഷ്ഠിത അന്വേഷണ ആപ്ലിക്കേഷനാണ്. രജിസ്ട്രേഷനും അന്വേഷണത്തിന്റെ പരിഹാരവും സുഗമമാക്കുന്നതിന് താമസക്കാരെയും പ്രതിനിധികളെയും ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമായി വർത്തിക്കുന്നു. തടസ്സമില്ലാത്തതും കാര്യക്ഷമവുമായ അന്വേഷണ പരിഹാര പ്രക്രിയ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ അന്വേഷണ സംതൃപ്തി വർദ്ധിപ്പിക്കാനും താമസക്കാരും പ്രതിനിധികളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ഫ്ലോസ് ആപ്പ് ലക്ഷ്യമിടുന്നു. ഇത് പ്രതിനിധികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള മൂല്യവത്തായ ഉൾക്കാഴ്ചകളും നൽകുന്നു. മൈഫ്ലോസ് എന്ത് ചെയ്യാൻ കഴിയും? 1. ലക്ഷ്യങ്ങൾ. അന്വേഷണ ഉള്ളടക്കം മെച്ചപ്പെടുത്തുക. താമസപ്രതിനിധി ബന്ധം ശക്തിപ്പെടുത്തുക. പ്രതിനിധികൾക്ക് മൂല്യവത്തായ ഉൾക്കാഴ്ചകൾ നൽകുക. 2. ആനുകൂല്യങ്ങൾ. തടസ്സമില്ലാത്ത അന്വേഷണ മിഴിവ്, മെച്ചപ്പെട്ട താമസ സംതൃപ്തി, മെച്ചപ്പെടുത്തിയ ഉൽപ്പന്നം സേവന നിലവാരം. 3. സവിശേഷതകൾ. അന്വേഷണ രജിസ്ട്രേഷൻ, അന്വേഷണ ട്രാക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം, അനലിറ്റിക്സ്, ഇൻസൈറ്റുകൾ. ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ. നിങ്ങളുടെ എല്ലാ ബിസിനസ് ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ സേവനം പരിധിയില്ലാത്ത പരിഹാരങ്ങൾ. ഇൻസ്റ്റാളേഷൻ പാക്കേജിൽ ഞങ്ങൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സോഷ്യൽ മീഡിയ പിന്തുണ എന്നിവ തയ്യാറാക്കുന്നു. ഞങ്ങൾ കോർപ്പറേറ്റ് ഐഡന്റിറ്റിയും ഗ്രാഫിക് ഡിസൈൻ സേവനങ്ങളും നൽകുന്നു. 1. കാര്യക്ഷമമായ അന്വേഷണ മിഴിവ്. 2. മെച്ചപ്പെട്ട ആശയവിനിമയം. 3. ഉപഭോക്തൃ സംതൃപ്തി. 4. മൂല്യവത്തായ സ്ഥിതിവിവരക്കണക്കുകൾ. 5. സൗകര്യം. 6. ഡോക്യുമെന്റേഷൻ. സവിശേഷതകളും അവലോകനവും. 1. വേഗത്തിലുള്ള പ്രശ്നപരിഹാരവും താമസക്കാരുടെ സംതൃപ്തിയും വർദ്ധിപ്പിക്കുന്നു. 2. ഉപഭോക്താവിന് അവരുടെ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ അറിയിക്കാനും പ്രതിനിധിക്ക് ഉടനടി പ്രതികരിക്കാനും കഴിയും. 3. മെച്ചപ്പെട്ട ഉപഭോക്തൃ സെറ്റിൽമെന്റ്. 4. ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും മെച്ചപ്പെടുത്തലുകൾ നടത്താൻ ഈ ഡാറ്റയ്ക്ക് കഴിയും. 5. സംതൃപ്തരായ താമസക്കാർ വിശ്വസ്തരായി തുടരാനും മറ്റുള്ളവരെ റഫർ ചെയ്യാനും സാധ്യതയുണ്ട്. 6. പ്രതിനിധിയിൽ നിന്നുള്ള തൽക്ഷണ പ്രതികരണം. മൈഫ്ലോസ് മൊബൈലിലും കമ്പ്യൂട്ടറിലും ആക്സസ് ചെയ്യാം. മൈഫ്ലോസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? 1. ഗൂഗിൾ വെബ്സൈറ്റിൽ myflows.in എന്ന് തിരയുക. 2. വ്യാപാരിയെ തിരഞ്ഞെടുക്കുക. അത് നിങ്ങളെ പേജിലേക്ക് ലോഗിൻ ചെയ്യാൻ റീഡയറക്ട് ചെയ്യും. 3. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്റ്റാഫ് ആയി ലോഗിൻ ചെയ്യുക. 4. അല്ലാത്തപക്ഷം സൈൻ അപ്പ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിശദാംശങ്ങൾ നൽകുക. ഡാഷ്ബോർഡ്. ഈ പേജിൽ നിങ്ങളുടെ വകുപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ അന്വേഷണങ്ങളും ആക്സസ് ചെയ്യാനും അന്വേഷണങ്ങൾക്ക് മറുപടി നൽകാനും കഴിയും. ചാറ്റ് ബോക്സിൽ ഒന്ന് നോക്കൂ. ഡാഷ്ബോർഡിലെ ഉള്ളടക്കങ്ങൾ. 1. ബ്രാഞ്ച് ഡിവിഷൻ സൃഷ്ടിക്കൽ. സ്റ്റാഫുകൾക്കായി നിങ്ങൾക്ക് അനുവദിക്കാൻ കഴിയുന്ന വകുപ്പുകൾക്കായി ബ്രാഞ്ചുകൾ ഡിവിഷൻ സൃഷ്ടിക്കുന്നു. 2. അന്വേഷണ ടെംപ്ലേറ്റ് സൃഷ്ടിക്കുക. ഇവിടെ നിങ്ങളുടെ വകുപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണങ്ങൾക്കായി നിങ്ങൾക്ക് ഒരു പൊതു ടെംപ്ലേറ്റുകൾ സൃഷ്ടിക്കാൻ കഴിയും. 3. സ്റ്റാഫ് സൃഷ്ടിക്കൽ. ഈ ഫോമിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനായി നിങ്ങൾ സ്റ്റാഫുകളെ സൃഷ്ടിക്കാൻ പോകുന്നു. 4. സ്റ്റാഫ് അലോട്ട്മെന്റ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾക്ക് ഡിവിഷനും അനുമതികളും അനുവദിക്കാം. 5. പോസ്റ്റ് ഇവന്റ്. ജില്ലകളെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ വകുപ്പിന്റെ ഇവന്റുകൾ ഒരു ചെറിയ വിവരണത്തോടെ ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. 6. പോസ്റ്റ് പരസ്യം. ഇവിടെ ഈ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പരസ്യം പോസ്റ്റ് ചെയ്യാനും അത് പ്രദർശിപ്പിക്കുന്നതിന് പ്രത്യേക ദിവസങ്ങൾ സൂചിപ്പിക്കാനും കഴിയും. 7. ഉപയോക്തൃ ഫോം ആക്സസ് നിയന്ത്രണം. പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് ഏത് ഫോമിന് ആക്സസ് ചെയ്യാനാകുമെന്നത് നിങ്ങളുടെ സ്റ്റാഫുകളുടെ പ്രവേശനക്ഷമത ഇവിടെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകും. 8. വിലനിർണ്ണയം. ഒരു വ്യാപാരിയായി മൈഫ്ലോസ് ഉപയോഗിക്കുന്നു. 1. നിങ്ങളൊരു പുതിയ ഉപയോക്താവാണെങ്കിൽ ആദ്യം നിങ്ങളുടെ സെക്ടർ തിരഞ്ഞെടുക്കുക. 2. തുടർന്ന് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് വകുപ്പ് തിരഞ്ഞെടുക്കുക. 3. തുടർന്ന് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഉപവിഭാഗം തിരഞ്ഞെടുക്കുക. 4. അവസാനമായി നിങ്ങളുടെ സ്റ്റാഫ് ഐഡി നൽകി പാസ്വേഡ് സൃഷ്ടിച്ച് സൈൻ ഇൻ ചെയ്യുക. 5. തുടർന്ന് ഫ്ലോചാർട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അന്വേഷണങ്ങളുള്ള ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും.
6 എല്ലാ അന്വേഷണങ്ങളും തിരഞ്ഞെടുത്ത് അതിന് മറുപടി അയച്ചു. 7 പ്രൊഫൈൽ പേജിൽ നിങ്ങളുടെ വിശദാംശങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയും. ഒരു താമസക്കാരനായി മൈഫ്ലോസ് ഉപയോഗിക്കുന്നു. 1 ഹോം പേജിൽ ജില്ലയെ അടിസ്ഥാനമാക്കിയുള്ള ഇവന്റ് വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 അന്വേഷണ ഓപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മേഖലയെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ അന്വേഷണം നൽകാം. 3 അന്വേഷണ സ്റ്റാറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അന്വേഷണം കാണാനും അതിന്റെ നില പരിശോധിക്കാനും കഴിയും. 4 ക്രമീകരണ ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണാനും പിൻ സെറ്റ് ചെയ്യാനും പാസ്വേഡുകൾ മാറ്റാനും കഴിയും. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കുക. കണ്ടതിന് നന്ദി.